بسم الله الرحمن الرحيم عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുവാനായി നമ്മിൽ പലരും, നമ്മുടെ പല സുഹൃത്തുക്കളും തയ്യാറെടുക്കുന്ന ഒരു സമയമാണിത്. ചിലരൊക്കെ മക്കയിൽ എത്തിക്കഴിയുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഹജ്ജിൻ്റെ ആത്മാവിനെ സംബന്ധിച്ചും ആദർശത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജ് കർമ്മം, ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന ആളുകൾ പഠിച്ചു മനസ്സിലാക്കി ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊള്ളും. പക്ഷെ എന്താണ് ഹജ്ജ്, ഹജ്ജിൻ്റെ ആദർശം എന്താണ് തുടങ്ങിയ വിഷയങ്ങൾ നമ്മളെല്ലാവരും അറിയണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ വന്ന് കഅബാലയം കെട്ടിപ്പടുത്ത് അവിടെ വെച്ച് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിറിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യാൻ വരണമെന്ന് ജനങ്ങൾക്ക് വിളംബരം ചെയ്യുക. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ വെച്ച് ആളുകളോട് വിളിച്ചു പറഞ്ഞു, വിളംബരം ചെയ്തു ഹജ്ജ് ചെയ്യാൻ വരണമെന്ന് മക്കയിൽ കഅബാലയത്തിലേക്ക്. അങ്ങനെ വിളംബരം ചെയ്താൽ ആളുകൾ നടന്നും മെലിഞ്ഞൊട്ടിയ മൃഗങ്ങളുടെ പുറത്ത്, വാഹനപ്പുറത്ത് കയറിയും വിദൂരമായ ദുർഘടമായ വഴികൾ താണ്ടിക്കൊണ്ട് എത്തിക്കൊള്ളും എന്ന് അള്ളാഹു പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വിളിയാണത്, മക്കയിലേക്ക് വരണമെന്ന്. ആ വിളി കേട്ടു എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഹാജിമാർ തൽബിയത്ത് ചൊല്ലി മക്കയിലേക്ക് പോകുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഈ തൽബിയത്ത് ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ ചൊല്ലുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളി കേട്ട് ഞാനിതാ വന്നിരിക്കുന്നു എന്നാണ്.
അപ്പൊ അള്ളാഹുവിന്റെ വിളി കേട്ട് നമ്മൾ ചെല്ലുന്നു എന്നാണ്. നമ്മളെ വിളിച്ചതാണ്, എന്നിട്ട് പോവുകയാണ്. അപ്പൊ ആ വിളിയുടെ ആദർശം എന്താ? ആ ആദർശം ലബ്ബൈക ലാ ശരീക ലക്, അള്ളാഹുവേ നിന്റെ വിളി കേട്ട് ഞാനിതാ വരുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല. ലാ ശരീക ലക്. ലാ ശരീക ലക് എന്നത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം, ഷഹാദത്ത് കലിമ, തൗഹീദിന്റെ വചനം. അതുകൊണ്ടാണ് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, നിനക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ നിഅമത്തും നിന്റേതാണ്, എല്ലാ അധികാരവും നിന്റെയാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെതാണ്, എല്ലാ അധികാരവും അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹജ്ജ്, യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഹജ്ജ് എന്നതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവും സാക്ഷിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വന്ന് അവിടെ താമസമുറപ്പിച്ചു, ഭാര്യയെയും കുഞ്ഞിനെയും അവിടെ താമസിപ്പിച്ചു, തിരിച്ചുപോയി, പിന്നെ വന്നു, കഅബാലയം കെട്ടിപ്പടുത്തു, ഹജ്ജിന് വിളിച്ചു, ആളുകൾ വന്നു തുടങ്ങി. അതോടുകൂടിയാണ് ഒരു നാഗരികത മക്കയിൽ ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അത് പിന്നീടുള്ള അടുത്ത ഖുത്ബയിൽ നമുക്ക് പറയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ 60-ലേറെ സ്ഥലങ്ങളിൽ ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സൂറത്തുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ സൂറത്തു മറിയമിൽ അല്ലാഹു തആല പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. വദ്കുർ, നീ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഉദ്കുർ, അവർക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഫിൽ കിതാബി, ഈ കിതാബിൽ വന്നിട്ടുള്ള കാര്യം എന്ത്? ഇബ്രാഹിമ, ഇബ്രാഹിം നബിയെക്കുറിച്ച്. ഇബ്രാഹിം നബിയെക്കുറിച്ച് ഈ കിതാബിൽ വന്നിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക, ഖുർആനിൽ പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സത്യവാനും നബിയുമായിരുന്നു, സത്യവാനായിരുന്നു, നബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദർശമാണ് ഇനി പറയുന്നത്. ഇദ് ഖാല ലി അബീഹി, തന്റെ പിതാവിനോട് അദ്ദേഹം ചോദിച്ചു. ആരാ പിതാവെന്നറിയോ? വിഗ്രഹ ആരാധകൻ എന്ന് മാത്രമല്ല, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നവനും കൂടിയാണ്. വിഗ്രഹങ്ങളെ, അസ്നാം, ഈ അസ്നാമുകളെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളുകൂടിയാണ്. ഇപ്പൊ കുടുംബം എതിരാണ്, പിതാവ് എതിരാണ്, നാട് ഭരിക്കുന്ന നമ്രൂദ് എതിരാണ്, എല്ലാം എതിരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദഅവത്ത് തുടങ്ങി. ആദ്യമായി പിതാവിനോട് ചോദിച്ച ചോദ്യം എന്താ? യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ലിമ തഅബുദു, നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, നിങ്ങൾ എന്തിന് ഈ കാണാത്ത, മാലാ യാ അബത്തി ലിമ തഅബുദു മാലാ യസ്മഉ, കേൾക്കാത്ത സാധനങ്ങൾക്ക് ഈ വിഗ്രഹങ്ങൾ കേൾക്കുമോ വിളിച്ചാൽ? അതുപോലെ തന്നെ വലാ യുബ്സിറു, കാണാത്ത, കണ്ണ് കാണുന്നില്ലല്ലോ, അവ കാണുമോ? അവ കാണാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് അവയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത്? വലാ യുഗ്നി അൻക ശൈഅ, നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത. അപ്പോൾ ആരാധന നടത്തുന്ന മനുഷ്യന്റെ മനസ്സിനോടാണ് ഈ ചോദ്യം. ചീത്ത പറയല്ല. യാ അബത്തി എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനിച്ചും സ്നേഹിച്ചുള്ളൊരു വാക്കാണത്. പ്രിയപ്പെട്ട പിതാവേ, എന്തിനാണ് നിങ്ങൾ കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത ഈ വസ്തുക്കളെ ആരാധിക്കുന്നത്? ആരാധിക്കുന്ന ആളുകൾ ചിന്തിക്കണം. ആരാധന എന്ന് പറഞ്ഞാൽ ദുആ ആണല്ലോ പ്രധാനം. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ആരോട് ദുആ ചെയ്യുന്നോ അയാൾ കേൾക്കണം, അയാൾ അറിയണം, അയാൾ മനസ്സിലാക്കണം. അതിന് കഴിയോ വിഗ്രഹങ്ങൾക്ക്? ഇല്ലല്ലോ. അപ്പൊ ആ ചോദ്യം മനസ്സിനോടുള്ളൊരു ചോദ്യമാണ്. അടുത്ത വാക്കെന്താ? യാ അബത്തി ഇന്നി ഖദ് ജഅനി മിനൽ ഇൽമി മാ ലം യഅതിക, എന്റെ പിതാവേ, നിങ്ങൾക്ക് കിട്ടാത്ത ഇൽമ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നി ഖദ് ജഅനി മിനൽ ഇൽമ്, എനിക്ക് ഇൽമ് കിട്ടിയിട്ടുണ്ട്. അത് മാ ലം യഅതിക, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്കറിയാത്ത അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആണല്ലോ അള്ളാഹുവിൽ നിന്നുള്ള വഹി. അതുകൊണ്ട് ഫത്തബിഅനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അഹ്ദിക സുറാത്തൻ സവിയ്യ, താങ്കളെ നേർമാർഗത്തിൽ ഞാൻ നയിക്കും.
ആ നേർമാർഗം കാണിച്ചു തരുന്നത് അള്ളാന്റെ ദീനാണ്. അത് പറഞ്ഞു കൊടുത്തു. പിന്നെയും പറയാം, യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ഇബാദത്ത് ചെയ്യരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, ശൈത്താൻ റഹ്മാനായ അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചവനാണ്. യാ അബത്തി, എൻ്റെ പിതാവേ, പ്രിയപ്പെട്ട പിതാവേ, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൽ നിന്ന് താങ്കൾക്ക് അദാബ് വരും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദാബുണ്ടാകും, ശിക്ഷയുണ്ടാകും. അപ്പോൾ ഫതകൂന ലിശൈത്താനി വലിയ, അങ്ങനെ താങ്കൾ ഷൈത്താന്റെ വലിയാകും, ഷൈത്താന്റെ മിത്രമായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞു. ഇത് പിതാവിനോടുള്ള സ്നേഹം ഇതിൽ പറയുന്നുണ്ട്. പിതാവ് ഷൈത്താന്റെ കൂട്ടുകാരനായി പോകരുത് എന്ന ആഗ്രഹമുണ്ട്. പിതാവെ, നിങ്ങൾക്ക് കിട്ടാത്ത ഒരു അറിവ് എനിക്ക് കിട്ടിയോണ്ടാണ് എന്ന് പറയുന്നതിന്റെ ന്യായം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാണുകയോ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാത്ത സാധനങ്ങളെ ആരാധിക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും പിതാവ് എന്ത് പറഞ്ഞു? ഖാല അറാഗിബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, എൻ്റെ ഈ ഇലാഹുകളെ, ആരാധ്യരെ വെറുക്കുകയോ അല്ലെങ്കിൽ അതിനെ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുകയാണോ നീ? ഒരു കാര്യം മനസ്സിലാക്കുക, ലൈലം തൻതഹി, നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ലഅർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. വഹ്ജുർനി മലിയ, നീ കുറെ കാലം എൻ്റെ അടുത്തുനിന്ന് വിട്ടുനിന്നോ, പോയിക്കോ അവിടുന്ന് എന്ന് പറഞ്ഞു. ഖാല സലാമുൻ അലൈക, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആദർശമാണ് വലുത്, തൗഹീദാണ് വലുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ വലുത്. അസ്സലാമു അലൈക്കും. കഴിഞ്ഞു. അദ്ദേഹം സലാം പറഞ്ഞു, മതിയാക്കി. എന്നിട്ട് പറഞ്ഞു, അസ്തഗ്ഫിറു ലക റബ്ബി, താങ്കൾക്ക് വേണ്ടി എൻ്റെ റബ്ബിൻ്റെ അടുത്ത് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും, പാപമോചനത്തിന് പ്രാർത്ഥിക്കും. ഇന്നഹു കാന ബി ഹഫിയ, ആര്? ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവിന് വേണ്ടി, ആ പിതാവിൻ്റെ മാർഗത്തിൽ നിന്ന് വിട്ടുജീവിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ വെച്ച് മതിയാക്കുകയാണ് ചെയ്യുന്നത്. ആ മതിയാക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന വാക്കാണ് അവിടെ സൂചിപ്പിക്കുന്നതും. എന്നിട്ട് പറഞ്ഞു, ഈ ഇബ്രാഹിം എന്നെ ഭയപ്പെട്ട് കഴിയുന്നവനാണ്. വഅതസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെയും നിങ്ങളെയും ഞാൻ വിട്ടിരിക്കുന്നു. വഅദ്ഉ റബ്ബി, ഞാൻ റബ്ബിനോട് ദുആ ചെയ്യും. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ഷഖിയ, ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നതിൽ ഒരിക്കലും പരാജിതനാവുകയില്ല, അല്ലെങ്കിൽ നിരാശപ്പെടുകയില്ല. എന്നിട്ട് പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും പറയുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു തആല ഇസ്ഹാഖ് നബിയെയും പുത്രനായി, പൗത്രനായി യാക്കൂബ് നബിയെയും ഒക്കെ കൊടുത്ത കാര്യം പറയുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ത്യാഗവും ജീവിതവും ഓർത്താണോ മക്കയിലേക്ക് ഹാജിമാർ പോകുന്നത്, ആ ഹാജിമാരുടെ മനസ്സിൽ ഈ ഒരു ബോധമുണ്ടാകണം. ഏത് ബോധം? അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത്, അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്യാൻ പാടുള്ളത്. അള്ളാഹു അല്ലാത്ത പലതിനോടും ആളുകൾ ഇടക്കാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് പ്രാർത്ഥിച്ച വസ്തുക്കളിൽ ഇപ്പൊ ആദം അലൈഹിസ്സലാമിന്റെ ശേഷം ആദ്യം നിയോഗിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലേക്കുള്ള പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമാണ്. നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിൽ പോയി, നിങ്ങൾ യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എൻ്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, നിങ്ങൾക്ക് വേറെ ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഷെയ്ത്താന്റെ കൂട്ടുകാരനാകും, ഷെയ്ത്താൻ അള്ളാഹ്ക്ക് ധിക്കാരം പ്രവർത്തിച്ചവനാണെന്നൊക്കെ പറഞ്ഞില്ലേ. ആ ഷെയ്ത്താനാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ സമൂഹത്തിലെ ആളുകളെ പറഞ്ഞു കൊടുത്തത്. ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊഖ വയഗൂസ വനസ്റ. എന്താ ഷെയ്ത്താൻ പഠിപ്പിച്ചു കൊടുത്തത്? ലാ തദറുന്ന ആലിഹതകും, നിങ്ങളെ ഇലാഹുകളെ കൈവടിയരുത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ എന്നാണ്. ആർക്കാണോ ഒരാൾ ഇബാദത്ത് ചെയ്യുന്നത് അവനാണ് ഇലാഹ്. അത് വിഗ്രഹത്തിനായാലും
അത് മലക്കിനോടായാലും അത് ജിന്നിനോടായാലും അത് മരണപ്പെട്ട ഒരു മഹാത്മാവിനോടായാലും ഒരു നബിയോടായാലും ഒരു വലിയനോടായാലും ആരോടായാലും ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, അഭൗതികമായ നിലക്ക് ആരുടെ സഹായം പ്രതീക്ഷിക്കുന്നുവോ, അല്ലെങ്കിൽ ദോഷം അകറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവോ, അതാണ് ഇബാദത്ത്, ദുആ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്ത ആരോടുമുള്ള പ്രാർത്ഥന അത് ഷിർക്കാണ്. പിശാച് എന്താ ചെയ്തതെന്നറിയോ? വദ്, സുആൽ, യഊഖ്, യഗൂത്ത്, നസർ. പിന്നെ അള്ളാഹിനോടും ദുആ ചെയ്തിട്ടുണ്ട് ആളുകൾ, ആ ഖൗമ്. അപ്പൊ അള്ളാഹിനോടും ദുആ ചെയ്യും. വദ്, സുആൽ, യഊഖ്, യഗൂത്ത്, നസർ. ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ സൂറത്ത് നൂഹിൽ, ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രമുഖരായ മുഫസ്സിരീങ്ങൾ അതിന് വ്യാഖ്യാനം നൽകിയത് എന്താണെന്നറിയാം? ആരാണ് വദ്, ആരാണ് സുആ, ആരാ യഊഖ്, യഗൂത്ത്, നസർ? ആരാണ് ഇവർ? ഇവർ മോശക്കാരാണോ? ഇവരൊരു നാട്ടിലെ ഏറ്റവും കുറ്റം ചെയ്ത് ജീവിച്ചവരാണോ? അല്ല. ആ സമൂഹത്തിൽ ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു എന്നാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, അതുകൊണ്ട് തന്നെ മനുഷ്യർ ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട ആളുകളായിരുന്നു ഇവര്. അതിന് അവർ മരിച്ചുപോയപ്പോൾ പിശാച് പണിയെടുക്കല്ലോ. അങ്ങനെ ശൈത്താൻ ആളുകളുടെ മനസ്സിലുണ്ടാക്കിയ ഒരു ബോധമാണ് ഈ മഹാന്മാരെ ഓർക്കാൻ വേണ്ടി നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കാൻ. അപ്പൊ ദൈവനിഷേധികളായ ആളുകളുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് ആ വിഗ്രഹത്തിൽ പൂവിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം. നമുക്കറിയാം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കൂടുതലാണ് ദൈവത്തെ തന്നെ വിശ്വസിക്കാത്ത ആൾക്കാർ. പക്ഷെ അവർ മരിച്ചപ്പോൾ അവരുടെ കബറിടങ്ങളിൽ വിളക്ക് വെച്ചു, അവരുടെ പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ നമ്മുടെ ഒക്കെ അല്ലേ സാഹിത്യകാരന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്നത്. അത് ആദ്യത്തെ തലമുറയിൽ ഒന്നുമില്ല. ഇവർ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളല്ലേ, അവരെ നമുക്കൊന്ന് ഓർക്കാൻ വഴിയോരങ്ങളിൽ സ്ഥലങ്ങളിൽ വിഗ്രഹം ഉണ്ടാക്കി വെച്ചു. ആ കാലം കഴിഞ്ഞു. അന്ന് ആ തലമുറ കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറയിൽ ശൈത്താൻ വെറുതെ ഇരിക്കില്ലല്ലോ. ആ ശൈത്താൻ പണിയെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ ഇതാരാ? മഹാനായ വദ്, മഹാനായ സുആൽ, മഹാനായ യഊഖ്, യഗൂസ്, നസർ, മഹാന്മാർ. ഈ മഹാന്മാരെ വിഗ്രഹം നമ്മുടെ പൂർവികരുണ്ടാക്കി വെച്ചത് വെറുതെ ആവോ? ആ മഹാന്മാർ മുഖേന നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം. അവരെ ഇടയാളന്മാരാക്കിയിട്ട് ഈ മഹാന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോഴും അവർ നേർക്കുനേരെ ഒരു ഷിർക്കിലെത്തുന്നില്ല. ഇവർ മുഖേന അള്ളാഹുവിലേക്ക് ഒരു തവസ്സുല് മാത്രമാണ് അതുള്ളത്. എന്താ? ആ തലമുറയും കഴിഞ്ഞു. അടുത്ത തലമുറ ആയപ്പോഴേക്ക് നേർക്കുനേരെ ഇവരോട് തന്നെയായി ദുആ, നേർക്കുനേരെയുള്ള ഇസ്തിഗാസയായി. അപ്പൊ നിങ്ങൾ നോക്കൂ, ആളുകൾ വഴിതെറ്റിപ്പോകുന്നത്, ഇത്തരം ഷിർക്കിലേക്ക് എത്തുന്നത് മഹാന്മാരോടുള്ള അമിതമായ ബഹുമാനവും അവരോടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനം എന്നിട്ട് അത് ആരാധനയായി മാറുന്നു. നമ്മൾ അല്ലാത്ത ആരെയും ആരാധിക്കുന്നില്ല എന്ന് പറയുകയും എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രീതിക്ക് വേണ്ടി നേർച്ചയാക്കുകയും അവരുടെ സഹായങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുകയും ചെയ്താൽ ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ഒരു അനുഭവം പറയട്ടെ. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് വന്നിരുന്ന എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, ഞാനും മക്കയിലുണ്ടെന്ന്, അവർക്കൊരു കത്ത് വന്നു. എവിടുന്ന കത്തെന്നറിയാം? അജ്മീറിൽ നിന്ന്. എന്നാൽ അന്ന് ഈ മൊബൈലും ഫാക്സും അല്ലെങ്കിൽ നെറ്റും വാട്സപ്പൊന്നും ഇല്ലല്ലോ. പോസ്റ്റ് ബോക്സിൽ, ആരുടെ പോസ്റ്റ് ബോക്സ്? മുത്തവ്വിഫിന്റെ പോസ്റ്റ് ബോക്സിൽ കത്ത് വരാം ഈ ഹാജിയുടെ പേരിൽ. ബഹുമാനപ്പെട്ട ഹാജി അവറുകൾ അറിയുവാൻ, താങ്കൾ സുഖമായി മക്കയിലെത്തി എന്ന് വിശ്വസിക്കുന്നു. താങ്കളുടെ ഹജ്ജ് മഖ്ബൂലും മബ്രൂറും ആവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ദർഗയിൽ പ്രത്യേകമായി ദുആ ചെയ്യുന്നുണ്ട്. ചെക്കും ഡ്രാഫ്റ്റും ഈ അഡ്രസ്സിൽ അയക്കുക എന്ന് ഇതിന്റെ മുത്തവല്ലി ഇന്നയാളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇത് അയക്കുന്നത്, എവിടുന്നോ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചിട്ട്. പക്ഷെ ഇവൻ ആലോചിക്കുന്നില്ല, ഇവൻ എവിടെയാ ഉള്ളത്? ഇവൻ മക്കയിലാ ഉള്ളത്, അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ അടുത്താ ഉള്ളത്. അമ്പിയാക്കന്മാരെല്ലാം യാ അല്ലാ യാ റബ്ബ് എന്ന് പറഞ്ഞ് അള്ളാഹിനോട് മാത്രമാണ് ദുആ ചെയ്തത്. എന്നിട്ട് കഅബാലയം കണ്ടുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്ന ഈ ഹാജിക്ക് ഇവിടെ നിന്നാണ് ദർഗയിൽ നിന്ന് കത്ത് വരുന്നത്. എന്ത്? അയാളുടെ അവിടെ നടത്തുന്ന ഹജ്ജ് മഖ്ബൂലും മബ്രൂറും ആവാൻ ഈ മനുഷ്യൻ ഇവിടെ പ്രാർത്ഥിക്കാം. ഇതാണ് ആളുകളുടെ വിശ്വാസവും. എന്നിട്ട് അങ്ങനെ അയച്ചു കൊടുക്കുക, ഹജ്ജ് മഖ്ബൂലും മബ്രൂറും ആവണ്ടേ? ഇത് ചെയ്തില്ലെങ്കിൽ ആയില്ലെങ്കിലോ
എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പോയി ഒരു സിയാറത്ത് ചെയ്തും ഇങ്ങോട്ട് പോരുമ്പോൾ അതുപോലെ വേറെ ഇടത്തിൽ പോയിട്ട് ഒരു സിയാറത്ത് ചെയ്തും ഹജ്ജ് ചെയ്തു വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശം. എന്തിനാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് എന്ന ചോദ്യം ഓർക്കാതെ ആളുകൾ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്രിസ്ത്യാനികൾ ദുആ ചെയ്യുന്നത് ആരോടാ? ക്രിസ്ത്യാനികൾ ദുആ ചെയ്യുന്നത് ഈസാ നബിയോടാണ്. അറബിയിൽ അങ്ങനെ തന്നെ പറയാ. അറേബ്യൻ ക്രിസ്ത്യാനികൾ യാ ഈസ എന്നാ പറയുന്നത്. അവരുടെ ബൈബിളിൽ ഈസ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈസാ അലൈഹിസ്സലാമിനോട് ദുആ ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെ ന്യായം എന്താണെന്നറിയോ? ഈസാ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ദുആ ചെയ്യുന്നവൻ ആരോടാ? മരിച്ചു മറവടക്കി കിടക്കുന്ന ആളോട്. ഇത് നമ്മൾ പറയും ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് ശിർക്കാണ്, ഈസാനെ വിളിക്കുന്നു. നമ്മൾ ചെയ്യുന്നതോ നമ്മൾ അതിനേക്കാൾ ശിർക്കാവൂലേ? കാരണം അവർക്കൊരു ചെറിയ ന്യായം ജീവിച്ചിരിക്കുന്ന ഈസാനോടാ പറയുന്നതെന്നാ. നമ്മളടുത്ത് അതുപോലും പറയാനില്ലാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ മക്ബറയിൽ പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഫൈന്നഹ തുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് ആഖിറത്തിന് ഓർമ്മ വരാൻ. അപ്പം ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയാൽ എനിക്ക് എൻ്റെ വാപ്പാൻ്റെ ഖബർ കാണുമ്പോൾ ഓർമ്മ വരൂലേ ഞാൻ മരിക്കേണ്ടവനാണ് എന്ന്. ആ മരിച്ചുപോയ ആളുകൾക്ക് ദുആ ചെയ്യാം. ഖബറിടങ്ങളിൽ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന് ദുആ ചെയ്യും. മുഅ്മിനീങ്ങളുടെ നിങ്ങൾക്കൊക്കെ അള്ളാഹിന്റെ സലാം ഉണ്ടാവട്ടെ. അതല്ലാതെ മരണപ്പെട്ടു പോയ ആളുകളിൽ നിന്ന് ഇങ്ങോട്ട് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ദുആയും ഖബർ സിയാറത്തിൻ്റെതായി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഗുരുതരമായ ശിർക്കായി തീരുകയും ചെയ്യും. അപ്പോൾ ഹജ്ജ്, കഅബ, ഇബ്രാഹിം നബി, ഹജറ ബീവി, ഇസ്മായിൽ നബി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, ഇവരുടെയൊക്കെ ത്യാഗം, ഇവരുടെയൊക്കെ അധ്വാനം, ഇവരുടെയൊക്കെ പ്രാർത്ഥന, ഇവരുടെയൊക്കെ എല്ലാ ജീവിതം തന്നെയും അത് അള്ളാഹുവിനോട് വേണ്ടി ദുആ ചെയ്യണം എന്ന ഒരാദർശത്തിന് വേണ്ടിയായിരുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഇസ്ലാം നിലനിൽക്കുന്നത് മുസ്ലിങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. ഒരാദർശം മറ്റൊരാൾക്ക് കാണാൻ കഴിയുന്നത് ആ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകുമ്പോഴാണ്. ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം ഇസ്ലാം എന്ന ആദർശം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും കുറഞ്ഞു വരുന്നു എന്നതാണ്. ഇസ്ലാമിൽ അതിൻ്റെ ആദർശമാണ് വലുത്, അനുഷ്ഠാനം രണ്ടാമത് വരുന്നതാണ്. ആദർശമില്ലാത്ത അനുഷ്ഠാനത്തിന് ഒരു വിലയുമില്ല. അതുകൊണ്ട് തന്നെ ജീവിത വിശുദ്ധി വളരെ പ്രധാനമാണ്. ഈമാൻ കുറഞ്ഞു വരുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, കഠിന പരീക്ഷണങ്ങൾ. ഇപ്പോൾ അതിൻ്റെ ഒരു സമയമാണ്. എല്ലാ പ്രദേശത്തും കഠിന പരീക്ഷണങ്ങൾ. നിങ്ങൾ വായിച്ചില്ലേ, മസ്ജിദുൽ അഖ്സ ഖുദ്സ് ഫലസ്തീനിൽ കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിൽ ജുമാ നടന്നില്ല. ഇസ്രായേലിൻ്റെ ശക്തമായ നിയന്ത്രണത്തിൻ്റെ ഫലമായി മുസ്ലിമീങ്ങൾക്ക് അവിടെ നമസ്കരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്തുണ്ടായി എന്നല്ലേ, ആ പ്രദേശത്തുള്ള ആളുകൾ, ഇത് ഖുദ്സാണ്, മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബിലയാണ്, ഇത് മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് എന്ന നിലയിൽ ഈമാനോടുകൂടി തക്ബീർ ചൊല്ലിക്കൊണ്ട് ശക്തമായ നിലയിൽ ഇന്നലെ അസറിന് ആ പള്ളിയിൽ കടക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ ഉലമാക്കളും അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ആളുകളും എല്ലാവരും കൂടി അവർ അക്സയിൽ പ്രവേശിച്ചു, നമസ്കാരം നിർവഹിച്ചു. അതോടുകൂടി പുതുതായി ഏർപ്പെടുത്തിയ വിലക്കുകൾ ആ രാഷ്ട്രം പിൻവലിക്കുകയും ചെയ്തു. പരീക്ഷണങ്ങൾക്കിടയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു വിജയമാണിത്. ഇതിനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മറ്റൊരു രാജ്യത്താണ്, ദുആ ചെയ്യുക എന്നതാണ്. ഇത്തരത്തിലുള്ള ക്ലേശങ്ങളും
പ്രയാസങ്ങളും അനുഭവിക്കുന്ന സമൂഹങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളിതും കാണുന്നില്ല, നമുക്കിതൊന്നും ഒരു പ്രശ്നവുമല്ല, നമ്മളിവിടെ ഏറെക്കുറെ സുഖമായി ജീവിക്കുന്നു എന്ന് വിചാരിച്ചാൽ അത് മറ്റൊരപകടത്തിന് വഴിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനു ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദ, ഒരു ബുനിയാൻ പോലെ, കെട്ടിടം പോലെയാണ് മുഅ്മിനീങ്ങൾ. അത് ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ ചുമര് വെച്ചപ്പോഴേ ഓരോ കല്ലും മറ്റതിനെ ശക്തിപ്പെടുത്തി നിർത്തുന്നില്ലെങ്കിലോ, ഒന്ന് പൊടിഞ്ഞു പോയാലോ, ഒന്ന് തെറ്റിപ്പോയാലോ, തൂക്കം തെറ്റിയാൽ വീണുപോവില്ലേ? അങ്ങനെ പാടില്ല എന്നാണ്. ഒരു കെട്ടിടത്തിൻ്റെ കല്ലുകൾ പോലെ ഒന്നിച്ച് സഹകരിക്കണമെന്നാണ്. ഒരു ചീർപ്പിൻ്റെ പല്ലുകൾ പോലെ ഒന്നിച്ച് നിൽക്കണമെന്നാണ്. ഒരു ശരീരം പോലെ, ജസദിൻ വാഹിദ്, ഒരു ശരീരം പോലെ ആയിരിക്കണം ഇസ്ലാമിക സമൂഹം എന്നാണ്. എന്നിട്ട് ആ ഹദീസിലുണ്ട്, ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയുണ്ടായാൽ ശരീരം മുഴുവനും പനിക്കുകയും വേദനിക്കുകയും ഉറക്കൊഴിക്കുകയും ചെയ്യുന്നത് എന്താ? ഇപ്പൊ കൈക്കൊരു മുറിവ് പറ്റി, പക്ഷെ കണ്ണുറങ്ങാതിരിക്കുന്നു, ശരീരം ആകെ വേദനിക്കുന്നു. അപ്പൊ ഇതൊരു ഒരു സഹകരണത്തോടു കൂടിയുള്ള സമീപനമാണ്. ഇതാണ് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതിനുവേണ്ടി എത്രത്തോളം ഒന്നിച്ചു നിൽക്കാൻ സാധിക്കും, എത്രത്തോളം, ഒരു പക്ഷേ മുഴുവനായില്ല, എത്രത്തോളം, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിഅ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. അള്ളാഹുവിൻ്റെ ഹബ്ലുല്ലാഹ് ഖുർആനാണത്, ഇസ്ലാമാണത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. നിങ്ങളെങ്ങാനും ഭിന്നിച്ചു പോയാൽ ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ ശക്തി പോകുമെന്നാണ്. ശക്തി പോകും എന്നതിന് ഉപയോഗിച്ച വാക്ക് കാറ്റ് പോകുമെന്നാണ്. ഫതദ്ഹബരിയഹുക്കും എന്നാണ്. നിങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അനുഭവമാണ് ഉണ്ടാവുക എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം സമൂഹം എന്തുമാത്രം അഭിപ്രായ വ്യത്യാസങ്ങളും ചിന്താധാരകളിൽ വൈവിധ്യങ്ങളും ഉണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ പേരിൽ അവർക്കൊന്നിക്കാൻ സാധിക്കണം. എത്രത്തോളം അവർക്കൊന്നിച്ച് നിൽക്കാൻ കഴിയുമോ അത്രത്തോളം ഒന്നിച്ച് നിൽക്കാൻ കഴിയണം. 100%, 90%, 80%, 70%, എത്രത്തോളം വിഷയാധിഷ്ഠിതമായി ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നുവോ അത്രയും നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ ആഗ്രഹിക്കണം. അതിനുവേണ്ടി ദുആ ചെയ്യണം, അങ്ങനെ പ്രവർത്തിക്കുകയും വേണം. ഇസ്ലാമിക സമൂഹത്തിൽ ഇടക്കാലത്ത് സംഭവിച്ച ഒരു പ്രയാസം, ചിന്താഗതികളും മദ്ഹബുകളും പ്രസ്ഥാനങ്ങളും സംഘങ്ങളും ഓരോ ജാതിയുടെ രൂപത്തിലായിപ്പോയി. ഇസ്ലാമിൽ ജാതിയില്ലല്ലോ, മറ്റു പല മതങ്ങളും ജാതിയുണ്ട്. ജാതി മാറിക്കൂടാ, ജാതി മാറി ആരാധനാലയങ്ങളിൽ പോയിക്കൂടാ, അങ്ങനെ പലതുണ്ട്. ഇസ്ലാമിൽ ജാതിയില്ലല്ലോ, എല്ലാവരും ഒരു സമൂഹമാണ്, ഒരു ഉമ്മത്തും വാഹിദാണ്. ആ നിലയിൽ കാണേണ്ട ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകൾ അവരവർ പ്രവർത്തിക്കുന്ന സംഘങ്ങളോ സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ ഗ്രൂപ്പുകളോ അതുമാത്രമാണ് ഇസ്ലാം എന്ന നിലക്ക് കാണുകയും അതല്ലാത്തവരെ ശത്രുക്കളായി കാണുകയും ചെയ്തപ്പോൾ ഉണ്ടായ ദുരന്തം നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം അനുഭവിക്കുകയാണ്. അങ്ങനെയല്ല കാണേണ്ടത്. ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇതിനോട് സഹകരിക്കുന്നവർക്ക് സഹകരിക്കാം, പക്ഷേ ഇത് ശരിയല്ല എന്ന് പറയാൻ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന് ശരിയായി തോന്നുന്ന കാര്യം അദ്ദേഹത്തിന് ചെയ്യാം, എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം എനിക്ക് ചെയ്യാം. ദീനിനെ അനുഷ്ഠിക്കാനും ജനങ്ങൾക്ക് എത്തിക്കുവാനുമുള്ള ഒരു വഴി മാത്രമാണ് സംഘങ്ങളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും. ദീനിനെ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു സംഘപ്രവർത്തനം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന അപകടമാണ് ഈ ഛിദ്രതയും ഭിന്നിപ്പും തമ്മിൽ കലഹങ്ങളും. ഇന്ന് മുസ്ലിം ലോകത്ത് നോക്കൂ, മുസ്ലിം ലോകത്ത് ഏറ്റവും ശത്രുക്കൾ ആരോടാ ശത്രുത? മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളോടാണ്. മുസ്ലിം പ്രദേശങ്ങളിൽ ആരെയാ കൊന്നൊടുക്കുന്നത്? മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. ആര് തമ്മിലാണ് കുഴപ്പങ്ങളും കലഹങ്ങളും നടക്കുന്നത്? മുസ്ലിങ്ങളും തമ്മിലാണ്. ഇത് മാറിയിട്ട് വൃത്തിയുള്ള സംസ്കാരമുള്ള അന്യന്റെ അഭിപ്രായത്തെ അംഗീകരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു വന്നാലല്ലാതെ ഈ സമൂഹം രക്ഷപ്പെടില്ല. അപ്പോൾ ഇതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള ഒരു സംസ്കാരം വളർന്നു വന്നാൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇവിടെ ഇന്ന് കലക്ഷൻ നടത്തുന്നത് നമ്മുടെ ദാവാ പ്രവർത്തനങ്ങൾക്കാണ്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രവർത്തനം, അതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. മറ്റൊരു കാര്യം, ഇപ്പോൾ സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾക്കും വിവാഹമോചിതരായ ആളുകൾക്കും ഭവന നിർമ്മാണത്തിന് തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത സഹായം നൽകുന്ന ഒരു സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലതും ഈ സ്കീമുകൾ അറിയില്ല. ഇപ്പോൾ നമ്മുടെ പള്ളി അതിൻ്റെ അപേക്ഷാ ഫോറമൊക്കെ വരുത്തി ഇവിടെ വെച്ച് തന്നെ അത് പൂരിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫീസിൽ അന്വേഷിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. അതായത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, അതായത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള വിധവകളും വിവാഹമോചിതരും, അതിൽ തന്നെ മാറാരോഗികളായ കുട്ടികളുള്ള ഉമ്മമാർ, അവർക്ക് വീട് നിർമ്മിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അപേക്ഷിക്കാൻ അർഹരായ ആളുകളെ അതുമായി ബന്ധപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതവും വിശാലവുമാക്കി കൊടുക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് തരണമേ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ പരലോക ജീവിതം നീ ഏറെ സുഖകരമാക്കി കൊടുക്കണമേ. ഇസ്ലാമും മുസ്ലിം സമുദായവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, നിന്റെ കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.